ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായി 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞായറാഴ്ച. ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പെന്തക്കോസ്തിന് ശേഷം 2-ാം ഞായറാഴ്ച. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗലിയോൻ മേശയിൽ വായിക്കാൻ പോകുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1-ാം വാക്യം വരെ ആണ്. യേശുവിൽ വിശ്വസിച്ച് അവനെ സ്വീകരിക്കുന്നവർക്ക് വേണ്ട ഒരുക്കത്തെ സംബന്ധിച്ചും അവർ നേരിടാനിരിക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ചും ഇന്നത്തെ എവൻഗലിയോൻ ഭാഗത്ത് പറയുന്നു. സമാധാനമല്ല, വാൾ അത്രേ വരുവാൻ ഞാൻ വന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 34-ാം വാക്യം. നമ്മുടെ സമാധാനമായ ക്രിസ്തു, എഫേസ്യർ 2:14. സമാധാന പ്രഭുവായ ക്രിസ്തു, യെശയ്യാ 9:6. നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ച ക്രിസ്തു, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം. ഞാൻ സമാധാനം വരുത്തുവാനല്ല വന്നത് എന്ന് എങ്ങനെ പറയും? ഇതൊരു വിരോധാഭാസമായി ഒറ്റ നോട്ടത്തിൽ തോന്നിയേക്കാം. സമാധാനവും വാളും പരസ്പര വിരുദ്ധമാണല്ലോ. സ്വർഗീയ രാജാവായ ക്രിസ്തു വന്നത് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നവരെ പുറത്ത് കൊണ്ടുവരാനായിട്ടാണ് എന്ന് 1 യോഹന്നാൻ 5:19 പറയുന്നു. അങ്ങനെ സാത്താന്റെ അപകടത്തിൽ നിന്ന് പുറത്താക്കുന്നവരും സ്വർഗീയ രാജാവിനെ സ്വീകരിക്കുന്നവരെ എതിർക്കുന്നവരും ആയ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തെയാണ് വാൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മീഖ ദീർഘദർശി മുൻകൂട്ടി ഇതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. മീഖ 7:6 പ്രകാരം പറയുന്നു: മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മാവിയമ്മോടും എതിർത്ത് നിൽക്കുന്നു. മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ എന്ന് മീഖ പ്രവാചകൻ പറയുന്നു. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം 26-ലും മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 37-ലും പറയുന്നത്: എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ വരവ് മൂലം ഉണ്ടാകുന്ന ആഭ്യന്തര ഭിന്നത, പ്രബലമായ എതിർപ്പുകൾ, പീഡനങ്ങൾ എന്നിവയെ ഈ വാക്യങ്ങൾ എടുത്ത് കാണിക്കുന്നു. ഇവിടെ നാം 3 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ദൈവത്തോടുള്ള സഹവാസം ലോകത്തിൽ ഏറ്റവും സ്നേഹമുള്ളവരിൽ നിന്ന് വേർപിരിഞ്ഞ് നിൽക്കുന്നു എന്നതാണ്. അതായത് ദൈവത്തോടുള്ള സഹവാസം ലോകത്തിൽ ഏറ്റവും സ്നേഹമുള്ളവരിൽ നിന്ന് പിരിഞ്ഞ് നിൽക്കുന്നു. അതായത് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നാം ദൈവത്തിൽ നമ്മെ തന്നെ ആശ്രയിക്കുന്നുവെങ്കിൽ ഈ ലോക ജീവിത ആ സുഖസൗകര്യങ്ങളെ നമ്മൾ വെടിയേണ്ടതുണ്ട് എന്നാണ് ഇവിടെ ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. നാം അതിനു വേണ്ടിയിട്ട് ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ആ നിത്യതയിലെ ജീവന് വേണ്ടി നാം ചിന്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെക്കാൾ അധികമായി മറ്റൊന്നിനെയും സ്നേഹിക്കരുത്. നമുക്ക് അങ്ങനെ സാധിക്കുമോ? അതായത് നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്തിനെ സ്നേഹിക്കുമോ നമ്മുടെ മനസ്സ് അവിടെ തന്നെ ആയിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ ദൈവത്തെയാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെക്കാൾ അധികമായി മറ്റൊന്നിനെയും സ്നേഹിക്കാതിരിക്കുവാൻ സാധിക്കത്തുള്ളൂ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരുവനും നശിച്ചു പോകുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതം, അവരുടെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരൊരിക്കലും നാശത്തിലേക്ക് പോവുകയില്ല. ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൽ സമർപ്പിച്ച് അവൻ കാണിച്ചു തന്നതായ വഴിയിലൂടെ നാം ജീവിക്കുന്നുവെങ്കിൽ ഒരിക്കലും നാം കഷ്ടതയിലും വിഷമത്തിലും ആകെയില്ല. നീതിമാനായ ഒരുവനെ ദൈവം അനുഗ്രഹിക്കും
എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ദൈവം നമ്മെ മനസ്സിലാക്കുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും അവൻ നമ്മളെ രുചിച്ചറിയുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തിയും അവൻ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് സത്യം. അതിനാൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങൾക്കും നന്ദി പറയണം, അവനെ സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം, അവനിൽ ശരണപ്പെടണം. നാം ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഇതേവരെ ഞങ്ങളെ കാത്തുരക്ഷിച്ചതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വരുവാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും നിന്റെ കാവലും കോട്ടയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിരിക്കുമാറാകണമേ. നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും അവൻ്റെ കാവലും കോട്ടയും ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും അതിന് യോജിച്ചതായിരിക്കണം എന്നുള്ളത് നാം മറക്കുവാൻ പാടില്ല. ഇന്ന് ദേവാലയത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഈ കാര്യം നിങ്ങൾ നേരത്തെ തന്നെ ശ്രവിച്ചതിന് ശേഷം അവിടെ ചെല്ലുകയും നിങ്ങളുടെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ഉള്ളിൽ വരിച്ചുകൊണ്ട് ആ മധുവായിലേക്ക് നോക്കി രണ്ട് കൈയും മലർത്തി പിടിച്ച് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, മനം നൊന്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, ഇതേവരെ നീ ചെയ്തിട്ടുള്ളതായ എല്ലാ പാപങ്ങളും നീ ഏറ്റുപറയുന്നുണ്ട് ആ സർവശക്തൻ്റെ മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള ജീവിതം നിനക്ക് വളരെ സന്തോഷപ്രദമായി ജീവിക്കുവാൻ സാധിക്കും. അവൻ നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.